ഹര ഹര മഹാദേവ്. ജനുവരി 13 പ്രയാഗ്രാജിൽ ആരംഭിച്ച കുംഭമേളയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. ആർഷഭാരത സംസ്കാരത്തിൻ്റെ തുടർവുകളാണ് ഓരോ കുംഭമേളയും. ലോകത്ത് തന്നെ ഇത്രയും ജനങ്ങൾ, കോടാനുകോടി ജനങ്ങൾ വന്ന് നദീതീരത്ത് സ്നാനം ചെയ്യുന്ന വേറൊരു സ്ഥലം ലോകത്തില്ല എന്ന് തന്നെ പറയാം. അത് നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ്. പുരാണത്തിൽ അമൃത് കടഞ്ഞു കിട്ടിയപ്പോൾ മഹാവിഷ്ണു മായാമോഹിനിയായി ഈ അമൃതമായി കടന്നു കളഞ്ഞു എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആ അമൃത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ 4 സ്ഥലങ്ങളായി നിക്ഷേപിക്കപ്പെട്ടു എന്ന് വിശ്വാസം. 4000 ഹെക്ടറോളം ഭൂമിയിൽ 1,60,000 ടെൻറ്റുകളിൽ ഏതാണ്ട് 1 കോടി ആൾക്കാർ ഇപ്പോൾ തന്നെ പുണ്യസ്നാനം ചെയ്തു കഴിഞ്ഞു എന്നാണ് കണക്ക്. വ്യാഴഗ്രഹത്തിൻ്റെ സാന്നിധ്യമനുസരിച്ചാണ് ഈ അമൃതതുള്ളികൾ ഭൂമിയിൽ പതിച്ചത് എന്ന് സങ്കല്പം. അതനുസരിച്ച് ഈ ഭൂമിയിൽ വീണ അമൃതതുള്ളികൾ എന്ന് പറയുന്നത് ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ, പ്രയാഗ്രാജ് 4 സ്ഥലങ്ങളിലും 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേള നടക്കുന്നു. ഇത്തരത്തിൽ പൂർണ്ണ കുംഭമേള 12x12 144 വർഷം ആകുമ്പോൾ മഹാകുംഭമേളയായി. വ്യാഴം ഭാരതത്തിൽ കുംഭരാശിയിൽ വരുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. ഇതിൽ നാഗസന്യാസിമാർ, അതായത് ദിഗംബര സന്യാസിമാർ വന്ന് ആദ്യം പുണ്യസ്നാനം നടത്തുന്നു. കുംഭമേള 4 അവസരത്തിൽ നടക്കുന്നു. 3 കൊല്ലം കൂടുമ്പോൾ കുംഭമേള, 6 കൊല്ലം കൂടുമ്പോൾ അർദ്ധകുംഭമേള, 12 കൊല്ലം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേള, 144 വർഷം കൂടുമ്പോൾ മഹാകുംഭമേളയായി നടത്തപ്പെടുന്നു. വ്യാഴവും സൂര്യനും ചിങ്ങൻ രാശിയിൽ വരുമ്പോൾ ത്രയംബകേശ്വർ നാസിക്കിലും, വ്യാഴവും സൂര്യനും മേടൻ രാശിയിൽ വരുമ്പോൾ ഹരിദ്വാറിലും, വ്യാഴടവത്തിലും സൂര്യൻ മകരത്തിലും വരുമ്പോൾ ഉജ്ജയിനിലും കുംഭമേള നടക്കുന്നു. വ്യാഴ ചന്ദ്ര സൂര്യന്മാരുടെ നിൽപ്പനുസരിച്ചാണ് ഈ കുംഭമേളയ്ക്ക് ഇടം വരുന്നത്. അത് ഗണിച്ച് തിട്ടപ്പെടുത്തിയാണ് ഓരോ കുംഭമേളയും നടക്കുന്നത്. ലോക പൈതൃക പട്ടികയായ യുനെസ്കോയിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് നമ്മളുടെ കുംഭമേള.
गोल्डन संत बाबा। आप गूगल, इंस्टाग्राम, फेसबुक पे और यूट्यूब पे कहीं सर्च करें, आई एम बोनेट वाले बाबा एंड गोल्डन संत बाबा, कभी भी आपके पास आए। और हमारे श्रद्धालुओं का प्यार है जो आप വീഡിയോ കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. വേണു തിരുമേനി.